നമ്മുടെ യാത്രയുടെ 4-ാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി 8:30 അവിടെ നിന്ന് യശോന്തപുരത്ത് നിന്ന് പോന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ കയറി കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എഴുന്നേറ്റത് പുലർച്ചെ 5:30-ക്കാണ്. 5:30-ക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടർന്നുള്ള യാത്ര കാണാൻ നമുക്ക്. ഹംപിയിലേക്കുള്ള തുടർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മുന്നോട്ടുള്ള അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ഹംപിയിൽ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളും നമുക്ക് നോക്കാം. ഹംപിയിലുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കണം. കാരണം നമ്മൾ ഇത്രയും ദൂരെ വന്നതാണ്. ഒരു ട്രെയിൻ കയറി ബാംഗ്ലൂർ ചെന്നിറങ്ങി അവിടുന്ന് 2ാമത്തെ ട്രെയിന് കയറിയിട്ടാണ് നമ്മൾ ഹംപിയിലേക്ക് എത്തുന്നത്. 2 ട്രെയിൻ നമുക്ക് 12 മണിക്കൂർ വീതം ഓട്ടമുണ്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ചിലവുമൊക്കെ വഴിച്ച നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹംപിയിൽ പോയതിന് ശേഷമുള്ള കാഴ്ചകൾ കാണാൻ. നേരം പുലർന്നു, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനുശേഷം അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഹംപിയിലേക്ക് കാലത്ത് നേരിട്ട് ട്രെയിനില്ല. ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ മറ്റൊരു ട്രെയിൻ കയറി പോകണം. വെബ്സൈറ്റ് വെച്ച് നോക്കിയാൽ മതി. ഡ്രൈവറിൻ്റെ ഏതെങ്കിലും ആപ്പിൽ വെച്ച് കയറിയാൽ നമുക്ക് അങ്ങോട്ടുള്ള ട്രെയിൻ പ്രാപ്തമാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ഹംപിയിൽ എത്തിയിട്ടുണ്ട്. ട്രെയിൻ സ്ലോ ആയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. എല്ലാവരും അവന് ലഗേജ് എടുത്ത് റെഡിയായി നിൽപ്പാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ 7:21 ആയിട്ടുണ്ട്. 7:21 നമ്മൾ ഓട്ട്സ്പാടി എന്ന സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് ഹംപിയിലേക്കുള്ള വഴി നോക്കണം. കറക്റ്റ് ടൈമാണ് അവർ പറഞ്ഞ ടൈം. കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റൂം നോക്കിയിട്ട് പുറത്ത് കടന്നിട്ട് പോവാം. ഇതാണ് നമ്മുടെ ഹോസ്പേട്ട് ജംഗ്ഷൻ. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്ത് കടന്നിട്ട് ഇവിടുന്ന് നമുക്ക് നേരെ ഹംപിയിലേക്ക് ഉള്ള യാത്ര തുടരാം. ഇതാണ് മേൽ പറയപ്പെട്ടത് ഹോസ്പേട്ട് ജംഗ്ഷൻ. ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമുക്ക് ഹംപിയിലേക്ക് പോകേണ്ടത്. ഹോസ്പേട്ട് ജംഗ്ഷൻ്റെ മുൻ കവാടാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. റെയിൽവേൻ്റെ മുമ്പിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. നേരെ നടന്നാൽ 1 കിലോമീറ്റർ ഉള്ളൂ. എങ്ങോട്ടും തിരിയാനില്ല. നേരെ നടന്നാൽ ബസ് സ്റ്റാൻഡിലെത്തും. അവിടെ നിന്നും രാവിലെ 7:30-ക്ക് ബസ്സുണ്ട്. നമുക്ക് 20 രൂപ കൊടുത്താൽ നേരെ ഹംപിയിലേക്ക് എത്താം. അരമണിക്കൂറാണ് അവിടെ നിന്നുള്ള യാത്രയുടെ ടൈം. അപ്പോൾ നമുക്ക് നേരെ നടന്ന് നോക്കാം. ഇതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. 7:30 ഒരു വണ്ടിയുണ്ട്. അത് കാത്ത് നമുക്ക് ഇവിടെ ഇരിക്കുക. അതിന് വന്നാൽ അതിന് പോകാം. ബസ് വന്നിട്ടുണ്ട്. ബസ് വന്ന് നമ്മൾ കയറിയിട്ടുണ്ട്. ലേഡിയാണ് കണ്ടക്ടർ. 20 രൂപ ടിക്കറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവർക്ക് ഈ കന്നഡ അല്ലാത്തൊരു ഭാഷ ഇവർക്ക് അറിയില്ല കേട്ടോ. ഇനി ഇംഗ്ലീഷ് അറിയാമെന്ന് അറിയില്ല. ഇവർ കന്നഡ മാത്രമേ സംസാരിക്കുക. മെട്രോ പോയപ്പോഴും മെട്രോയിലുള്ള ഇതും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹംപിയിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 7:30-ക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോന്നു. 8 മണിക്ക് ഇവിടെ എത്തി. അരമണിക്കൂർ ഓട്ടമുള്ള ഗ്രാമപ്രദേശക്കുള്ള ഓട്ടാണ്. അപ്പോൾ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നമുക്കിവിടെ ബാക്കിൽ കാണാം. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. ഇവിടെ ഇതുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളോട് ഹംപിയിലേക്ക് റിക്ഷക്കാർ നേരിട്ട് പറഞ്ഞ് 300 രൂപയാണ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു 50 രൂപ. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് 50 രൂപ 1 കിലോമീറ്റർ. വേണ്ടാന്ന് ഞാൻ നടന്നു. അപ്പോൾ നടന്നിട്ട് അവിടുന്ന് 20 രൂപ കൊടുത്താൽ ബസ് കിട്ടും. ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ബസ് സ്റ്റാൻഡിൽ കൊടുക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് 20 രൂപ കൊടുത്ത ബസ് കിട്ടും. അരമണിക്കൂറേ ഉള്ളൂ ബസ്സിന് ഓട്ടം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇന്ന് രാവിലെ ഇവിടെ എത്താം. നന്ന രാവിലെ 7:30 മണിക്ക് തന്നെ ബസ്സുണ്ട്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഈ സ്ഥലം നമുക്കൊന്ന് നടന്ന് കാണാം. ഒരു കെട്ടിടം, ഒരു പുരാതന കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച് വെച്ചതാണ് ഇതൊക്കെ. വലിയ പാറക്കല്ലുകളാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമ്മൾ വിശദീകരിക്കാൻ നിന്നാലും ഒരു പാടുണ്ട്. നമുക്ക് വിശദീകരിക്കാൻ സമയം മതിയാവില്ല. അപ്പോൾ നമ്മൾ വിശദീകരണത്തിലേക്ക് പോകാതെ ഇതിൻ്റെ നമുക്ക് കാഴ്ചകൾ കണ്ടു കളയാം. ഇവിടെ തൊട്ടടുത്ത തടിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കാഴ്ചകളാണ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പഴയകാല കെട്ടിടങ്ങളാണ്. അതായത് അന്നത്തെ കാലത്ത് ഉള്ള പഴയകാലത്തെ രാജാക്കന്മാരോ മഹാരാജാക്കന്മാരൊക്കെ ഉണ്ടാക്കി താമസിച്ചിരുന്ന ആയിരിക്കും നമുക്ക് അനുമാനിക്കുന്നത്. ശരിക്കുള്ള കരിങ്കല്ലാണ്. കൊത്തിയിട്ട് ഇതിൻ്റെ മുകളിലാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ അതായത് ഇവിടെ കാണാം മേൽക്കൂര. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ച. ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ये जो कर्नाटक में हम्पी में है, ये हम्पी जगह का नाम है
बहुत पुराना किस्म की यहाँ पे बहुत सारी गंदगी है इसके अंदर, लोग आके गंदगी करके रखा है, तो अंदर नहीं जा पा रहा, अंदर नहीं जाएंगे। ये जो है पुरानी ज़माने पर राजाओं महाराजाओं के ज़माने का बना हुआ दिख रहा है इसकी, लेकिन ऐसा देखने में ऐसा दिख रहा है। बहुत सारा का मकान है यहाँ पे। ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓട്ടോ റിക്ഷക്കാർ അതുപോലെ തന്നെ റൂമിൻ്റെ ആളുകൾക്ക് വരും, വലിയ എമൗണ്ട് പറയും കേട്ടോ. അതിൽ പോയി വിട്ടുപോകരുത്, ചെറിയ എമൗണ്ടിന് കിട്ടും, ഒരു വലിയ സംഖ്യ പറയാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക, പെട്ടെന്ന് ചാടിക്കയറി അവരെ ഇതിൽ പെട്ടുപോകരുത്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് ഒരുപാട് പുരാതന, ഈ എന്താ ഇതിന് പറയുക, ടെമ്പിൾ എന്ന് പറയുക അല്ലെങ്കിൽ വല്ല കെട്ടിടം എന്ന് പറയുക, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. വലിയ വലിയ കരിങ്കല്ല് തൂണ്, അതുപോലെ തന്നെ തൊട്ട് മുമ്പിൽ ഒരു ഗോപുരം കാണും. ഇത് ഇവിടുത്തെ മെയിൻ ക്ഷേത്രമാണ്. അവിടുന്ന് ചിലപ്പം കീർത്തനങ്ങളും മറ്റൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം 500 കൊല്ലം മുമ്പേ, ചില ആളുകൾ 600 കൊല്ലം മുമ്പേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചിലരുടെ ഭാവന മാത്രം, നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അതിന് ചരിത്രങ്ങൾ കാണും, സംഗതി ശരിയാണ്. പക്ഷെ നമ്മളൊന്നും അറിയാതെ ഒരു കൃത്യത ഇല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിവിടെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് ഇവിടുത്തെ. ഈ ക്ഷേത്രത്തിനാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് താഴത്തെ ഭാഗത്ത് ഒരു കുളമുണ്ട്, അതിന് ശേഷം അപ്പുറത്തൊരു പുഴയുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഈ പുരാതന ഈ കെട്ടിടങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഇതൊക്കെ ഒരേ രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ വലിയ അത്ഭുതമുണ്ട്. ഇത് അടുത്ത് ചെന്ന് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പൊളി ബിൽഡിംഗ് ആയിട്ട് തോന്നും. പക്ഷെ അടുത്ത് ചെന്ന് കാണാൻ ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി കാണും. തൊട്ടടുത്ത് ചെന്നിട്ട് നോക്കണം. വലിയ പാറക്കല്ല്, അതായത് പാറക്കല്ല് എന്ന് വെട്ടിക്കൊടുന്ന് വെച്ചിട്ട് അതിന്മേലാണ് ഇതെല്ലാം നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ മേൽഭാഗമുണ്ട്, താഴ്ഭാഗമുണ്ട്. ഇതാണ് മെയിൻ ക്ഷേത്രം. ഇത് ഏറ്റവും കൂടുതൽ ഉയരമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയെടുത്ത് കണ്ടു നോക്കാം, മുമ്പോട്ട് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച നോക്കാം നമുക്ക്. ഇതിൻ്റെ ഏതാണ്ട് മേൽക്കൂരയാണ് ഈ കാണുന്നത്. ശരിയായ കരിങ്കല്ല് വെട്ടിയിട്ട് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചാണ്. വേറെ ഒന്നുമില്ല, മണ്ണും കാര്യമൊന്നും കാണുന്നില്ല. അതുമാതിരി ഇത് പാറയാണ്, കരിങ്കല്ല്. അത് കൊത്തിയിട്ട് തൂണാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് നെറ്റ്വർക്കിൽ കാണും ഇഷ്ടമാതിരി. നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത്. മൊത്തം കരിങ്കല്ല്, വലിയ ചീളുകൾ വെച്ചിട്ട്. പഴയ കാലത്ത് നിർമ്മിതിയാണ്. ഇവിടെ അടിയിലും അതുപോലെ തന്നെയാണ് കരിങ്കല്ലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ കാലത്ത് അന്നത്തെ പോലത്തെ മാർബിൾ ടൈൽസൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ആ കാലത്ത് ഉണ്ടാക്കിയ നിർമ്മിതിയാണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഇവിടെ കാണാം. ഇതിന് മേളിലേക്ക് ഒരു വേറെ ഉണ്ട്, ഒരു തട്ട് മേളിലേക്കുണ്ട്. ഇഷ്ടംമാതിരി പിന്നെ ടൂറിസ്റ്റ് വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ രാവിലെ ഒരു 8:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ടൂറിസ്റ്റ് ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പുറത്ത് വേറൊരു ഗോപുരം കാണുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ. അവിടെയും പോയി നോക്കാം നമുക്ക്. പോയാൽ ഇതിൻ്റെ സൈഡിൽ കൂടി പോയാൽ വലിയ നിർമ്മിതി, മഹാ അത്ഭുതമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ്, അതായത് ഭൂമിയിൽ നിങ്ങൾ ചുറ്റിക്കാണാൻ, ഭൂമിയിലുള്ള കാഴ്ചകൾ ഇവിടെ കാണുന്നുണ്ട്. അതിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഭൂമിയിൽ അതുമാതിരത്തെ നിർമ്മിതികൾ ഒരുപാടുണ്ട്. നമുക്ക് കൺകുളിർക്കെ കാണാനും പിന്നെ ചിന്തിക്കാനൊക്കെ ഉള്ള വകുപ്പാണ്. അത് ഒരുപാടുണ്ട്. മുഗൾ രാജാക്കന്മാരുടെ കാലത്തുള്ളതുമുണ്ട്, ഇപ്പോൾ ഉള്ളതുമുണ്ട്. അത് ഇവിടെ ഒരു ചെറിയ ഒരമ്പലം, അതിനകത്തേക്ക് ഇവിടെ ചെറിയൊരു തിരിയൊക്കെ കത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടില്ല, ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു തടാകമാണോ എന്തോ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്, അത് പോയി നോക്കാം നമുക്ക്. ഈ ഭാഗത്ത് ഒരു കുളം കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുളമാണോ വേറെ വെള്ളം കാണുന്നുണ്ട്. എന്തായാലും വരുമ്പോൾ ഒരാൾ വരരുത്, 2 ആളെ കൂട്ടിയിട്ട് വരണം, എങ്കിലേ കാണാനും പറ്റും. അതുകൊണ്ട് കൂടുതൽ ലഗേജ് കൊണ്ടുവരരുത്, തൂക്കി നടക്കാൻ പറ്റിയ. ഇവിടെ ലഗേജും കാര്യമൊക്കെ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. റൂമിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മൾ പേശാൻ നിന്നില്ല, കാരണം സമയം പോകും. സൈഡിൽ കൂടി ഇങ്ങനെ പോയി ഇവിടെ കുളം കാണുന്നുണ്ട്.
പഴയ കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് പറയാൻ പറ്റും, പഴയ രാജാക്കന്മാരുണ്ടല്ലോ, അന്നത്തെ കാലത്തെ രാജാക്കന്മാർ ഓരോ പ്രദേശം ഓരോ ആളുകൾ ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അന്നത്തെ രാജാക്കന്മാർ നിർമ്മിച്ചത്, നമ്മൾ മുഗൾ രാജാക്കന്മാർ നമ്മൾ ഇവിടെ ആഗ്രയിൽ താജ്മഹലൊക്കെ പോയാൽ കാണുന്നത് അതേ നിർമ്മിതിയാണ് ഇവിടെയും കാണുന്നത്. സമാനമായല്ല, അതേ രീതിയിലുള്ള ഒരു രാജകാലത്ത് നടന്ന ഒരു ചരിത്രം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ കണ്ട മീനാണിത്, തൊട്ടടുത്തുനിന്ന് കാണാം. ഒക്കെ കുരങ്ങന്മാരാണ്. എൻ്റെ മേളിൽ വരെ അവരെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു പഴയകാല റൂമാണ്, ചെറിയ പാറാവൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പട്ടി നിൽപ്പുണ്ട്. ഇവരൊക്കെ ഇവിടുന്ന് ഓടിക്കണം. ഇത് ഈ റെയിൽവേ സ്റ്റേഷനിലും ഏത് ഭാഗത്ത് കണ്ടാൽ ഈ പട്ടികളെ ശല്യം. ഈ അവിടെ ഒരു വഴി കാണുന്നുണ്ട്, വഴി പടവുണ്ട്, അങ്ങോട്ട് ഇറങ്ങി ഒന്ന് ചെന്നിട്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടായിരിക്കും. ഈ ഭാഗത്തൊക്കെ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.